ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 38ാമത്തെ ശ്ലോകം നോക്കാം. ജ്യോതിശ്ചക്രം ജലം തേജോ നഭസ്വാൻവിയദേവ ച വൈകാരികാണീന്ദ്രിയാണി മനോ മാത്രാ ഗുണാസ്ത്രയഃ. ഇവിടെ നമ്മൾ ഭഗവാന്റെ ആ ഉണ്ണിവായിൽ യശോദാമ്മ കണ്ട ലോകങ്ങൾ ഓരോന്ന് അല്ലെ, ആ വിശ്വരൂപ ദർശനം ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്. താൻ ആരാണ് എന്ന സത്യം ആ അമ്മയ്ക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അതിലേറെ പരമമായ വേദങ്ങളിലും ഉപനിഷത്തുകളിലുമൊക്കെ പ്രതിപാദിക്കുന്ന ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറയുന്ന ഈ ജഗത്തൊക്കെ, അമ്മ ഇപ്പോൾ നിൽക്കുന്ന ഈ ജഗത്തൊക്കെ അമ്മയ്ക്കുണ്ടെന്ന് തോന്നുന്നതാണ്. ഈ ജഗത്തും അമ്മയുമെല്ലാം എൻ്റെ ഉള്ളിലാണ് കുടികൊള്ളുന്നത്. ഞാനൊന്ന് മാത്രമാണ് സത്യമായിട്ടുള്ളത്, ബ്രഹ്മസത്യം, ആ പരബ്രഹ്മസ്വരൂപം മാത്രമാണ് സത്യമായിട്ടുള്ളത് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇവിടെ അമ്മയ്ക്ക്. കാരണം ബാക്കി എല്ലാവർക്കും കുറേയൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്ന ഈ ഉണ്ണി ആരാണ് എന്ന്. അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോഴും താൻ ഉണ്ണി മാത്രമായി ഇരിക്കുന്ന ഈ അമ്മയ്ക്ക് അറിയണം താൻ ആരാണെന്ന്, താൻ എന്താണെന്ന് എന്ന ഒരു പക്ഷേ ആ ഉണ്ണിക്കൊരു വികൃതി തോന്നിയിട്ടാവാം ഇങ്ങനെ മണ്ണ് വാരി തിന്നുകൊണ്ട് അമ്മയെ ആ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുന്നത്. കാരണം നന്ദഗോപർക്കൊക്കെ മുൻപേ ഗർഗമഹർഷി വന്ന അന്ന് നാമകരണ വേളയിൽ കുറച്ചൊക്കെ ഒരു സൂചന നൽകിയിട്ടുണ്ട് ഈ ഉണ്ണി ആരാണെന്ന്. ഇനിയും യശോദാമ്മയ്ക്ക് കൂടി ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു ഇവിടെ പറയുകയാണ്. അതുകൊണ്ട് ഇനിയും ബാക്കി പറയുക. ഇനി എന്തൊക്കെ അമ്മ കണ്ടത്? നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, അന്തരീക്ഷം, വായു, ദിക്കുകൾ, അതേപോലെ തന്നെ പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, ഇങ്ങനെ പലതും നമ്മൾ പറഞ്ഞു. ഭഗവാന്റെ വായിൽ എന്തൊക്കെയാ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തതെന്ന്. ഇനി എന്താണ് കണ്ടത് എന്നാണ് പറയുന്നത്. ജ്യോതിശ്ചക്രം ജലം തേജോ. ജ്യോതിശ്ചക്രം എന്ന് പറഞ്ഞാൽ സ്വർഗലോകം. ഈ സ്വർഗലോകം പിന്നെയോ, അതായത് മനുഷ്യരും ഈ ഭൂമിയും മാത്രമല്ല, ദേവന്മാരൊക്കെ കുടികൊള്ളുന്ന ആ സ്വർഗലോകവും എന്നിൽ തന്നെയാണ്. പിന്നെയോ ജലം തേജോ നഭസ്വാൻവിയദേവച. ജലം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ജലം തന്നെ, വെള്ളം. പിന്നെ തേജോ, തേജഃ എന്ന് പറഞ്ഞാൽ തേജസ്, നഭസ്വാൻ എന്ന് പറഞ്ഞാൽ വായു, വിയദേവച, വിയത്ത് ഏവ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വിയദേവ. വിയത്ത് എന്ന് പറഞ്ഞാൽ ആകാശം, ഏവച ആകാശം എന്ന് പറയുന്നതും, അതായത് അമ്മ കാണുന്ന ജലമായിക്കോട്ടെ, വായുവായിക്കോട്ടെ, ആകാശമായിക്കോട്ടെ, അതെല്ലാം ഇത് എന്നിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. അപ്പോൾ അതൊന്ന് കാണിച്ചു കൊടുത്തു. ആ ഉണ്ണിവായ്ക്കുള്ളിൽ ഇതെല്ലാം ഉണ്ട്. പിന്നെയോ വൈകാരികാണി ഇന്ദ്രിയാണി, വൈകാരികാണി ഇന്ദ്രിയാണി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വൈകാരികാണി ഇന്ദ്രിയാണി. വൈകാരികാണി എന്ന് പറഞ്ഞാൽ വൈകാരികങ്ങളായിട്ടുള്ള ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങളും, നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും മനോമാത്രാ ഗുണാസ്ത്രയഃ. മനഃ എന്ന് പറഞ്ഞാൽ മനസ്സും, മാത്ര എന്ന് പറഞ്ഞാൽ ഈ പഞ്ചതന്മാത്രകൾ, ശബ്ദാദി വിഷയങ്ങൾ. പിന്നെയോ ഗുണാസ്ത്രയഃ, ഗുണാഹ ത്രയഃ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഗുണാസ്ത്രയഃ. അതായത് 3 ഗുണങ്ങളും, ത്രയ എന്ന് പറഞ്ഞാൽ 3, ഗുണഃ ഗുണങ്ങൾ, 3 ഗുണങ്ങൾ, സത്വരജസ് തമോ ഗുണങ്ങൾ 3ഉം എന്നിൽ തന്നെയാണ്. അപ്പോൾ നോക്കൂ, ഇതൊന്നും ഭഗവാനിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതല്ല. ഗുണങ്ങൾ പോലും ഗുണാതീതനായിട്ടുള്ള ഭഗവാനിൽ തന്നെ കുടികൊള്ളുന്നു എന്ന് കാണിച്ചു തരുന്നു. നമ്മൾ ഓരോ സൃഷ്ടിയും, ഭഗവാന്റെ ഓരോ സൃഷ്ടിയും ഈ 3 ഗുണങ്ങളും ചേരുന്നതാണ്. ഈ 3 ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് അവരുടെ സ്വഭാവത്തിൽ, സംസ്കാരത്തിൽ, ചിന്തയിൽ, പ്രവൃത്തിയിലൊക്കെ മാറ്റം വരുന്നു എന്ന് മാത്രം. ഇവിടെ ആ സ്വഭാവത്തിൽ, ആ ഗുണങ്ങളിൽ വ്യതിയാനം വരുന്നത് ജന്മജന്മാന്തരങ്ങളായി ആർജിച്ചു കൊണ്ടുവരുന്ന കർമ്മപ്രാരബ്ധങ്ങൾക്കനുസരിച്ചും. കാരണം ഈ ഗുണങ്ങൾക്കനുസരിച്ചുള്ള ഫലങ്ങളാവും ഓരോ ജന്മത്തിലും കിട്ടുക. അപ്പോൾ ഈ ഗുണങ്ങളും ഭഗവാനിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ എല്ലാം ചേരുമ്പോഴും ഭഗവാൻ നിസ്സംഗതനായി നിർഗുണനായി
ഭഗവാൻ നിലകൊള്ളുന്നു. ഈ ഗുണങ്ങളൊന്നും ഭഗവാനിൽ യാതൊരു തരത്തിലുള്ള പ്രഭാവവും ഉണ്ടാക്കുന്നില്ല എന്നർത്ഥം. കാരണം ഗുണങ്ങൾക്കെല്ലാം അതീതനാണ് ഭഗവാൻ. എല്ലാ ഗുണങ്ങളും, ഇവിടെ സത്വമില്ല, രജസ്സില്ല, തമസ്സില്ല, എല്ലാ ഗുണങ്ങൾക്കും അതീതനാണ്. എന്നാൽ ഇതെല്ലാം തന്നിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതും. അപ്പോൾ ചന്ദ്ര, നക്ഷത്ര, സൂര്യാദികളായിട്ടുള്ള എല്ലാ ജ്യോതിശ്ചക്രങ്ങളും, ഈ സ്വർഗലോകവും ജലവും വായുവും ആകാശവും അതേപോലെ തേജസ്സും, പിന്നെ ഈ ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, ഇവിടെ വൈകാരികങ്ങളായ ഇന്ദ്രിയങ്ങളെന്ന് എടുത്തു പറയാൻ കാരണം നമ്മുടെ ഈ ബാഹ്യപ്രപഞ്ചവുമായി നമ്മളെ കാണിക്കുന്നതും കേൾപ്പിക്കുന്നതും മണപ്പിച്ചും ഒക്കെ നമ്മളെ അറിയിപ്പിച്ചു തരുന്ന ഒരു ലോകം, അത് നമ്മളെ അനുഭവപ്പെടുത്തുന്ന ഒരു ലോകം ഈ ബാഹ്യമായ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ്, വൈകാരികങ്ങളായ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ്. സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും കണ്ണിൽ അതിൻ്റെ വ്യതിയാനങ്ങൾ നമുക്ക് കാണാം. നമുക്കിഷ്ടമുള്ള ഒരു കാഴ്ച കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാതുകളിലും നമ്മുടെ മുഖത്തും അതിൻ്റെ വ്യതിയാനങ്ങൾ കാണാം, ആ പ്രകടിപ്പിക്കുന്നതിൻ്റെ. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കഴിക്കുമ്പോഴും അത് അനിഷ്ടമുള്ളതാണെങ്കിലും അപ്പോഴും നമുക്കതിൻ്റെ ആ ഒരു വൈകാരികമായ വ്യതിയാനം നമുക്കതിൽ അനുഭവപ്പെടും. അങ്ങനെ എല്ലാ തരത്തിലും ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഈ ലോകത്തെ അറിയുന്നുണ്ടെങ്കിൽ ആ ഇന്ദ്രിയങ്ങൾ പോലും എന്നിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിട്ടുള്ള പഞ്ചതന്മാത്രകൾ, ശബ്ദാദി വിഷയങ്ങൾ, അതും എന്നിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ജ്യോതിശ്ചക്രം ജലം തേജോ നഭസ്വാൻവിയദേവ ച വൈകാരികാണീന്ദ്രിയാണി മനോമാത്രാഗുണാസ്ത്രയഃ. ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നമ്മൾ ജ്യോതിശ്ചക്രം എന്ന് പറയുന്നതിൽ അവിടെ ഷായാണ്. വായിക്കുമ്പോൾ പലപ്പോഴും അത് സകാരത്തിലേക്ക് വരാറുണ്ട്, സായല്ല ഷായാണ്, അത് ശ്രദ്ധിക്കുക. അതേപോലെ വൈകാരികാണീന്ദ്രിയാണി, അവിടെ വൈകാരികാണി ഇന്ദ്രിയാണി, ഈ കാരം നീട്ടിയെടുക്കുക, വൈകാരികാണീന്ദ്രിയാണി. പിന്നെ ഗുണാസ്ത്രയഃ, വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. ഇനി അടുത്തത് 39ാമത്തെ ശ്ലോകമാണ്. ഏതദ്വിചിത്രം സഹജീവകാലസ്വഭാവകർമാശയലിംഗഭേദം സുനോസ്തനൗ വീക്ഷ്യ വദാരിദാസ്യേ വ്രജം സഹാത്മാനമവാപശങ്കാം. ഇനി ഈ ശ്ലോകത്തിൽ തൻ്റെ ഉണ്ണിയുടെ വായിൽ ഇതെല്ലാം കണ്ട ആ അമ്മയുടെ ഒരു അനുഭവം, ആ അമ്മയ്ക്ക് ഉണ്ടായത് ഏതൊരു തരത്തിലുള്ള അനുഭവമാണ് എന്നാണ് പറയുന്നത്. ഏതദ്വിചിത്രം, ഏതത് വിചിത്രം, ഈ വിചിത്രമായ യാതൊന്നാണോ താൻ കണ്ടത്, അത് കണ്ടതിന് ശേഷം സഹജീവകാല സ്വഭാവ കർമാശയലിംഗഭേദം, സഹ എന്ന് പറഞ്ഞാൽ അതിനോടുകൂടി ചേർന്ന് അതും കൂടി എന്തൊക്കെയാ, ജീവകാല സ്വഭാവ കർമാശയ ലിംഗഭേദം, ജീവൻ, കാലം, സ്വഭാവം, കർമ്മം, ആശയം എന്നിവയോടുകൂടിയ ലിംഗഭേദം, ലിംഗദേഹങ്ങളുടെ ഭേദത്തെയും. അപ്പോൾ ഈ ഓരോ സൃഷ്ടിയും ഓരോ ശരീരവും ഭിന്നമാകുന്നത് ഇതെല്ലാം ചേർന്നിരിക്കുമ്പോഴും, ജീവൻ, കാലം, സ്വഭാവം, കർമ്മം, ആശയം ഇവയോടെല്ലാം ചേർന്നിരിക്കുമ്പോഴും വ്യത്യസ്തമായ ഭാവങ്ങളും സ്വഭാവങ്ങളും ഓരോരുത്തരും ഓരോ സൃഷ്ടിയും കാണിക്കുന്നു. അതിലെ ആ ഒരു ഭേദം അപ്പോഴും അങ്ങോട്ട് ഉൾക്കൊള്ളാനാവുന്നില്ല അമ്മയ്ക്ക്. എത്രയെത്ര വിചിത്രമായിട്ടുള്ള സൃഷ്ടികളാണ് ഭഗവാനെ അവിടുത്തേത്. അങ്ങനെ ഈ വിചിത്രമായ സൃഷ്ടികളെല്ലാം, എത്രയോ കോടാനുകോടി സൃഷ്ടികൾ ഉണ്ടാവുമ്പോഴും ഓരോ സൃഷ്ടിയും മറ്റൊന്നിൽ നിന്നും ഭിന്നമാണ്. എന്നാൽ അവയിലൊക്കെ ചേർന്നിരിക്കുന്ന ഘടകം ഒന്ന് തന്നെയാണ് താനും. 7 വർണ്ണങ്ങളും ചേരുമ്പോൾ അത് ധവളമായി മാറുന്നതുപോലെ, എന്നാൽ വെള്ള നിറം കാണുമ്പോൾ നമുക്കതിനുള്ളിൽ ഈ 7 വർണ്ണങ്ങളുണ്ട് എന്ന് ചിന്തിക്കുക വയ്യ. അതേപോലെ ഓരോ സൃഷ്ടിയുടെ ഉള്ളിലും ഈ 7 ഘടകങ്ങൾ ചേരുന്നതാണ് ഓരോ സൃഷ്ടിയും.
എന്നാൽ ഇവയൊക്കെ തന്നെയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു പരസ്പരം. അങ്ങനെ വ്യത്യസ്തമായ ലിംഗഭേദങ്ങളോടുകൂടി, ലിംഗദേഹങ്ങളോടുകൂടി, ശരീരത്തിൽ വ്യത്യസ്തമായ ശരീരത്തോടുകൂടി എന്ന് പറയുമ്പോൾ ആ സ്വീകരിക്കുന്ന ജന്മം അത് മനുഷ്യ ശരീരമാകാം, മൃഗങ്ങളുടേതാവാം, പക്ഷികളുടേതാവാം, വൃക്ഷങ്ങളുടേതാകാം, ചെറിയ സസ്യങ്ങളുടേതാകാം, ഏതായിരുന്നാലും ഇവയിലൊക്കെ ചേർന്നിരിക്കുന്ന ഘടകം ഒന്ന് തന്നെയാണ്. പക്ഷേ ഇവയൊക്കെ അവരവരുടെ പ്രാരബ്ധങ്ങൾക്കനുസരിച്ച്, കർമ്മ പ്രാരബ്ധങ്ങൾക്കനുസരിച്ച് ദേഹത്തിൽ ഭേദം വരുന്നു, സ്വഭാവത്തിൽ ഭേദം വരുന്നു, കർമ്മത്തിൽ ഭേദം വരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് സുനോസ്തനൗ, സുനോഹോ തനൗ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സുനോസ്തനൗ. സുനോ, സൂനു എന്ന് പറഞ്ഞാൽ പുത്രനാണ്. സുനോ എന്ന് പറഞ്ഞാൽ പുത്രൻ്റെ, തനൗ ദേഹത്തിൽ, ഈ തനുവിൽ, അതായത് തൻ്റെ ഉണ്ണിയുടെ വായിലാണ് ഇതെല്ലാം ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഇതൊക്കെ വീക്ഷ്യ കണ്ടിട്ട് വദാരിതാസ്യേ, ക്ഷമിക്കണം, വിദാരിതാസ്യേ. വിദാരിതാസ്യേ എന്ന് പറഞ്ഞാൽ ആസ്യം എന്ന് പറഞ്ഞാൽ മുഖമാണ്. വിദാരിത എന്ന് പറഞ്ഞാൽ വിടർന്നത് അഥവാ തുറന്നത്. ഇവിടെ തുറന്ന മുഖത്ത് എന്ന് പറഞ്ഞാൽ ആ വായ പിളർന്നപ്പോൾ, തൻ്റെ ആ ഉണ്ണിവായ അങ്ങോട്ട് തുറന്നപ്പോൾ അതിനുള്ളിൽ ഇതെല്ലാം കണ്ടിട്ട് വ്രജം സഹാത്മാനമവാപശങ്കാം. വ്രജം എന്ന് പറഞ്ഞാൽ ഈ ഗോകുലത്തെ, ഈ വ്രജത്തെയും ഈ ഗോകുലത്തെയും കണ്ടിരിക്കുന്നു ആ അമ്മ തൻ്റെ ഉണ്ണിയുടെ വായിൽ. അപ്പോൾ ആ വ്രജത്തെയും സഹ ആത്മാനമവാപ, സഹ ആത്മാനം, തന്നെ തന്നെയും. അപ്പോൾ ഗോകുലത്തെ കാണുമ്പോൾ അതിനുള്ളിൽ ഈ താൻ തന്നെ നിൽക്കുന്നുണ്ട്. എങ്ങനെ? ഈ ഉണ്ണിയുടെ അടുത്ത് വഴക്കും പറഞ്ഞുകൊണ്ട്, ഉണ്ണിയെ ശകാരിച്ചുകൊണ്ട്, തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഉണ്ണി, അങ്ങനെ വായി തുറന്ന് നിൽക്കുന്ന ഉണ്ണി, അതും താൻ ഈ തൻ്റെ ഉണ്ണിയുടെ വായിൽ തന്നെ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ തന്നെ തന്നെയും അതിനുള്ളിൽ കണ്ടിട്ട് അവാപ ശങ്കാം, സഹാത്മാനം അവാപ, സഹ ആത്മാനം അവാപ, ഇങ്ങനെയാണ് അതിൻ്റെ പദച്ഛേദം വരിക. അവാപ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു. എന്ത്? ശങ്കാം, ശങ്കയെ, സംശയത്തെ. ആകെ ഇപ്പോൾ അമ്മയ്ക്കൊരു ഭ്രമം ഉണ്ടായിരിക്കുന്നു, ഒരു ചിത്തഭ്രമം പോലെ. താൻ എന്താ തൻ്റെ ഉണ്ണിയുടെ വായിൽ കണ്ടതെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാനാവാതെ, എന്നാലോ ആ പരമമായ സത്യത്തെ കാണുകയും ചെയ്തിരിക്കുന്നു. യാതൊരു 7 ഘടകങ്ങൾ ചേരുമ്പോഴാണോ ഓരോ സൃഷ്ടിയും ഉണ്ടാകുന്നത്, അതെല്ലാം ഈ ചൈതന്യത്തിൽ, തൻ്റെ ഉണ്ണിയുടെ വായിൽ തന്നെയാണ് താൻ കാണുന്നത്. എന്നാൽ ഈ 7 ഘടകങ്ങൾ ചേരുന്നിടത്തും, നമ്മൾ പറഞ്ഞതുപോലെ ജീവൻ, കാലം, സ്വഭാവം, കർമ്മം, ആശയം, ഇങ്ങനെ തുടങ്ങിയ 7 ഘടകങ്ങളെല്ലാം ചേരുമ്പോഴും അതിൽ നിന്നുണ്ടാകുന്ന സൃഷ്ടികളിൽ ആ ഭേദം സ്വഭാവത്തിലും കർമ്മത്തിലും വരികയും ചെയ്യുന്നു. തനിക്കൊന്നും അങ്ങോട്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ലല്ലോ, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ. അമ്മയ്ക്കാകെ ഒരു ശങ്കയെ, ഒരു സംശയാവസ്ഥയെ പ്രാപിച്ചു. ചിത്തത്തിൽ ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാനാവാത്ത ഒരവസ്ഥ. എന്നാലോ താൻ കണ്ടതിനെ തള്ളിക്കളയുകയും വയ്യ. അങ്ങനെ ഒരവസ്ഥയെ ഇപ്പോൾ ആ യശോദാമ്മ പ്രാപിച്ചു. ഇവിടെ ആദ്യമേ ഈ ശ്ലോകം തുടങ്ങുമ്പോഴേ പറഞ്ഞു ഏതദ് വിചിത്രം. അമ്മ കണ്ടത് വിചിത്രമായ ഒരു ലോകം തന്നെയാണ് ആ ഉണ്ണിയുടെ വായ്ക്കുള്ളിൽ. പക്ഷെ അതും നിരസിക്കുക വയ്യ. എന്നാലോ താൻ ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രപഞ്ചത്തെയും തള്ളിക്കളയാൻ വയ്യ. കാരണം ഈ ഉണ്ണിയുടെ വായിലും താൻ കണ്ടിരിക്കുന്നു, തന്നെ ഉൾപ്പെടെയുള്ള താനും ഈ ഉണ്ണി നിൽക്കുന്ന ഗോകുലത്തെയും കണ്ടിരിക്കുന്നു. അതേസമയം താൻ ഇപ്പോൾ നിൽക്കുന്ന മറ്റൊരു ഗോകുലത്തിലാണ്, ഉണ്ണിയുടെ വായിലല്ലല്ലോ, പുറത്തല്ലേ നിൽക്കുന്നത്. അമ്മയ്ക്ക് ആകെ ഒരു ഭ്രമമായി. എന്താ ഇപ്പോൾ ഇതിൽ ഏതാ താൻ കണ്ടത് സത്യം? താൻ സ്വപ്നം കാണുകയാണോ? എങ്ങനെ ഇപ്പോൾ ഈ ഉണ്ണിയുടെ വായിൽ താനും ഗോകുലവും ഒക്കെ ഉണ്ടാവുക? ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകളാണ്. അതേസമയം ആ ഉണ്ണിയുടെ വായിൽ കണ്ട കാഴ്ച കണ്ടുകൊണ്ട് നിന്ന ആ ഒരു നിമിഷം അമ്മയ്ക്ക് മനസ്സിലായിരുന്നു, എന്താ ഈ ജീവനും കാലവും സ്വഭാവവും കർമ്മവും ആശയവും വിവിധ ദേഹങ്ങളെ അവയുടെ കർമ്മപ്രാരബ്ധങ്ങൾക്കനുസരിച്ച് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ 7 ഘടകങ്ങൾ ചേർന്നാണ് ഓരോ സൃഷ്ടിയും ഉണ്ടാകുന്നത്. അത് ബോധ്യപ്പെട്ടിരിക്കുന്നു. പക്ഷെ വീണ്ടും ഈ ഒരു ഭൗതിക തലത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ, താൻ ഇപ്പോൾ നിൽക്കുന്ന ഗോകുലത്തിൻ്റെ തലത്തിലേക്ക് ചിന്തകൾ ഇറങ്ങി വരുമ്പോൾ
താൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണോ സത്യം, താൻ ഇപ്പോൾ നിൽക്കുന്ന ഒന്നാണോ സത്യമെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഒരു ഭ്രമത്തെ ആ അമ്മ പ്രാപിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏതദ്വിചിത്രം സഹജീവകാലസ്വഭാവകർമാശയലിംഗഭേദം സുനോസ്തനൗ വീക്ഷ്യ വിദാരിതാസ്യേ വ്രജം സഹാത്മാനമവാപശങ്കാം. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഏതദ്വിചിത്രം, അവിടെ ദ്വിയാണ്. അതുപോലെ സഹജീവകാല സ്വഭാവ കർമാശയലിംഗഭേദം, അത് കഴിയുന്നതും അത്രയും ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ വ്രജം സഹാത്മാനമവാപശങ്കാം, അവിടെ സഹാത്മാനം അവാപ, അപ്പോൾ അവിടെ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കാൻ ശ്രമിക്കുക. സഹാത്മാനം അവാപശങ്കാം. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. ഇനി 40ാമത്തെ ശ്ലോകമാണ്. കിം സ്വപ്നേതദുത ദേവമായ കിം വാമദീയോ ബദ ബുദ്ധിമോഹ അഥോ അമുഷ്യൈവ മമാർഭകസ്യ യഃ കശ്ചന ഉത്പത്തിക ആത്മയോഗഃ. ഇനിയും ഇങ്ങനെയൊക്കെ കണ്ട ആ അമ്മയുടെ ഉള്ളിലൂടെ, ആ യശോദാമ്മയുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന വികാര വിചാരങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. കിം സ്വപ്നേതദുത ദേവമായ, കിം സ്വപ്നഃ, ഇതിപ്പം സ്വപ്നമാണോ താൻ കണ്ടത്? ഏതദുത, ഇവിടെ ഏതത് ഉത, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നുണ്ട്. ഏതദുത, ഏതത് എന്ന് പറഞ്ഞാൽ യാതൊന്നാണോ താനിപ്പോൾ കണ്ടത്, അത് സ്വപ്നമാണോ? ഉത അഥവാ ദേവമായ, ആ ഈശ്വരൻ്റെ, താൻ വിശ്വസിക്കുന്ന ആ ശ്രീഹരി ഭഗവാന്റെ മായയാണോ ഇപ്പോൾ ഈ ഉണ്ണിയുടെ വായിൽ തനിക്ക് കാണിച്ചു തന്നിരിക്കുന്നത്? കിം വാ മദീയോ ബദ ബുദ്ധിമോഹ, കിം വാ, ഇനി അതല്ല എങ്കിലോ, മദീയോ, മദീയ എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ, ബദ ബുദ്ധിമോഹ, ബുദ്ധിമോഹ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്കൊരു തകരാറ് സംഭവിച്ചിരിക്കുന്നു, ഒരു വിഭ്രാന്തി ഉണ്ടായിരിക്കുന്നു തനിക്ക് തന്നെ. അഥോ അമുഷ്യൈവ മമാർഭകസ്യ, അഥോ പക്ഷേ, അമുഷ്യൈവ, അമുഷ്യ ഏവ ആണ്, അമുഷ്യൈവ. അമുഷ്യ എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഈ ഉണ്ണിയുടെ ഏവ എന്ന് പറഞ്ഞാൽ അത് തന്നെ, അമുഷ്യ, ഇത് ഈ കുട്ടിയുടെ തന്നെ, മമാർഭകസ്യ, മമ അർഭകസ്യ, എൻ്റെ ഉണ്ണിയുടെ, എൻ്റെ ഈ ഉണ്ണിയുടെ തന്നെ, യഃ കശ്ചന ഉൽപ്പത്തിക ആത്മയോഗഃ, യഹ എന്ന് പറഞ്ഞാൽ യാതൊരു, കശ്ചന ഔൽപ്പത്തിക, കശ്ചന എന്ന് പറഞ്ഞാൽ കശ്ചന ഔൽപ്പത്തിക, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നുണ്ട്. കശ്ചന എന്ന് പറഞ്ഞാൽ ഏതോ പ്രകാരത്തിലുള്ള, ഔത്പത്തിക എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ജന്മസിദ്ധമായിട്ടുള്ള, ആത്മയോഗ ഐശ്വര്യമാണോ? അപ്പോൾ തൻ്റെ ഉണ്ണിക്കിനിയും ജന്മനാ തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക കഴിവുണ്ടോ എന്നൊരു സംശയം. ഇപ്പോൾ താൻ ഈ കണ്ടതൊക്കെ സ്വപ്നമാണോ തൻ്റെ ഉണ്ണിയുടെ വായിൽ കണ്ടത്? ഇല്ല, താൻ വിശ്വസിക്കുന്ന ആ ശ്രീഹരി ഭഗവാൻ വീണ്ടും തൻ്റെ മുൻപിൽ എന്തെങ്കിലും അത്ഭുതം കാണിക്കുന്നതാണോ? എത്രയോ അത്ഭുതങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. പൂതനയിലൂടെ, ബകാസുരനിലൂടെ, ശകടാസുരനിലൂടെ, ഇങ്ങനെ എത്ര അത്ഭുതങ്ങൾ ഇപ്പോൾ ആ ശ്രീഹരി ഭഗവാൻ കാണിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും തൻ്റെ ഈ ഉണ്ണി നിമിത്തമായിട്ട് എന്തെല്ലാം അപകടങ്ങൾ വന്നിട്ടും തൻ്റെ ഉണ്ണിയെ രക്ഷിച്ചതാരാ? താൻ എന്നും വിളിക്കുന്ന ആ ശ്രീഹരി ഭഗവാൻ തന്നെയാണ്. അത് നല്ല നിശ്ചയമുണ്ട് യശോദാമ്മയ്ക്ക്. അതുകൊണ്ട് ഇപ്പോൾ അടുത്ത ഒരു സംശയം വീണ്ടും തോന്നി. എന്താ, ആ ശ്രീഹരി ഭഗവാൻ തന്നെയാണോ തൻ്റെ ഈ കൃഷ്ണനുണ്ണിയുടെ വായിലിരുന്ന് ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ തനിക്ക് കാണിച്ചു തരുന്നത്?
ഭഗവാൻ എപ്പോഴാ ആർക്കാ എന്തുമായ കാട്ടിക്കൊടുക്കാന്ന് പറയുക വയ്യല്ലോ. ഇവിടെ യശോദാമ്മയ്ക്ക് ഇപ്പോൾ അങ്ങനെ ഒരു സംശയവും തോന്നി. അതുകൊണ്ട് ഇനി അതുമല്ലയോ, എൻ്റെ തന്നെ ബുദ്ധിക്ക് എന്തെങ്കിലും വിഭ്രാന്തി ഉണ്ടായിരിക്കുന്നുവോ? മതീയബദ്ധ ബുദ്ധിമോഹ, എന്തെങ്കിലും വിഭ്രാന്തി ഉണ്ടായിരിക്കുന്നുവോ എൻ്റെ തന്നെ ബുദ്ധിക്ക്? ഇനി അതുമല്ല എങ്കിൽ ഈ ഉണ്ണിക്ക് ജന്മം കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേക കഴിവ്, ഒരു ഐശ്വര്യം, ഇതുപോലെയൊക്കെയുള്ള മായകൾ കാണിക്കുവാനുള്ള എന്തെങ്കിലും പ്രത്യേക ഒരു സിദ്ധി ഉണ്ടാവുമോ? ഒരു അത്ഭുത ശിശുവാകുമോ തനിക്കുണ്ടായിരിക്കുന്നത്? ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ. കാരണം ബാക്കിയെല്ലാം തനിക്ക് താൻ കണ്ടതല്ല എന്ന് വെച്ചാലും ഉണ്ണിയുടെ വായിൽ തന്നെയും ഈ ഗോകുലത്തെയും ഈ ഉണ്ണിയെയും എങ്ങനെ കണ്ടു? അതായിരുന്നു അമ്മയ്ക്ക് ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയാതെ പോയത്, മനസ്സുകൊണ്ടൊട്ടും പൊരുത്തപ്പെടാൻ കഴിയാതെ പോയത്. താൻ ഇന്ന് ഈ നിൽക്കുന്ന ഈ ഗോകുലത്തിൽ തൻ്റെ ഉണ്ണിയുടെ മുമ്പിൽ താൻ ശകാരിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ കാഴ്ച തൻ്റെ ഉണ്ണിയുടെ വായിൽ അങ്ങനെ കാണാനാവും. എന്തോ ഒരു അത്ഭുതമുണ്ട്. നമ്മൾ ഒരു കണ്ണാടി വെച്ചാൽ നമ്മളിപ്പോൾ എന്താണോ പുറത്ത് കാണുന്നത് അത് അതിൻ്റെ ഉള്ളിൽ കാണുന്നത് പോലെ ഈ ഉണ്ണിയുടെ വായിൽ താൻ കണ്ട ഈ ഗോകുലമൊക്കെ ഇതെന്താണ് പ്രതിഫലിപ്പിക്കുന്നത്? തൻ്റെ ഉണ്ണിക്ക് എന്തോ പ്രത്യേക മായയുണ്ടോ, സിദ്ധിയുണ്ടോ? ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഒരു സന്ദേഹം ആ അമ്മയുടെ ചിത്തത്തിലൂടെ കടന്നുപോയി. ഇതിപ്പോൾ ഇന്ന വിധമെന്ന് പറയാൻ വയ്യ. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അമ്മയ്ക്ക് ശരിക്കും അങ്ങോട്ട് ഗ്രഹിക്കാനും കഴിയുന്നില്ല. പക്ഷേ എന്തൊക്കെയോ ഇവിടെ ഇപ്പോൾ ഈ ഒരു ഏതാനും നിമിഷങ്ങൾ കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അമ്മയ്ക്കറിയാം. അത്ര മാത്രമേ അമ്മയ്ക്കറിയൂ. അപ്പോൾ അത് എന്താകാം? തൻ്റെ തന്നെ ബുദ്ധിഭ്രമമാണോ എന്ന് ചിന്തിച്ചു പോകണമെങ്കിൽ ആ യശോദാമ്മയുടെ ഉള്ളിൽ താൻ കണ്ട ആ കാഴ്ചയൊന്നും തനിക്ക് തീർത്തും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ വ്യാസഭഗവാന്. കാരണം ഈശ്വരൻ്റെ തത്വത്തെ ഗ്രഹിക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ താൻ ആരാണ് എന്ന് തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പോൾ അർജുനനത് താങ്ങാൻ കഴിയാതെ പോയത്. ഭഗവാന്റെ വിശ്വരൂപം ആരൊക്കെ കണ്ടിട്ടുണ്ടോ, ഭഗവാൻ എന്താണെന്ന് ആ തത്വത്തെ ആർക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ, അവർക്കൊന്നും അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. കാരണം മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. അവൻ്റെ ബുദ്ധിക്ക്, അവൻ്റെ യുക്തിക്ക് പരിമിതികളുണ്ട്. അങ്ങനെയുള്ള പരിമിതികളുടെ ചുറ്റുപാടുകൾക്കുള്ളിൽ അല്ലെങ്കിൽ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല പരിമിതിയില്ലാത്ത ഒരു സത്യത്തെ, തത്വത്തെ. ഇവിടെ ഈ യശോദാമ്മയ്ക്കും അന്നത്തെ അർജുനൻ്റെ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. പലതും ഇപ്പോൾ ഉള്ളിലൂടെ കടന്നു പോകുന്നു. ഏറ്റവും ഒടുവിൽ തൻ്റെ തന്നെ ഒരു മാനസിക വിഭ്രാന്തിയായിട്ടുകൊണ്ടുപോലും യശോദാമ്മ അതിനെ ഒന്ന് ശങ്കിച്ചിരിക്കുന്നു, താൻ കണ്ട കാഴ്ചയെ. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കിം സ്വപ്നെ ഏതദുത ദേവമായ കിം വാ മദീയോ ബദ ബുദ്ധിമോഹ അഥോ അമുഷ്യൈവ മമാർഭകസ്യ യഃ കശ്ചന ഉത്പത്തിക ആത്മയോഗഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കിം സ്വപ്ന ഏതദുത, അവിടെ ഏതത് ഉത ആണ്. അപ്പോൾ ഏതദൂത, ഇവിടെ ഏതത് എന്നുള്ള തകാരം മാറി ദ വരും. ഏതദൂത, അവിടെ ദായും തായും ശ്രദ്ധിച്ചു വായിക്കുക. പിന്നെ ബുദ്ധിമോഹ, അവിടെ വിസർഗമുണ്ട്. പിന്നെ മമ അർഭകസ്യ, മമ അർഭകസ്യാണ്, അവിടെയും ശ്രദ്ധിച്ചു വായിക്കുക. പിന്നെ യഃ കശ്ചന ഉൽപ്പത്തിക ആത്മയോഗഃ, ആത്മയോഗഃ അവിടെ വിസർഗമുണ്ട്, അത് ശ്രദ്ധിക്കുക. അതുപോലെ കശ്ചന ഔൽപത്തിക, കശ്ചന ഔൽപത്തിക അവിടെയും ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള. പൊതുവെ കുറച്ച് എളുപ്പമുള്ള ഒരു ശ്ലോകം തന്നെയാണത്. ഇനി നമുക്ക് 41 ശ്ലോകമാണ്.
41-ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.